നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പൊയ്യയിൽ വീട്ടിൽ അനധികൃതമായി നിർമ്മിച്ചിരുന്ന പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. പോളക്കുളം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, കരിമ്പാടി വീട്ടിൽ അനൂപ് ദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീനാരായണപുരത്ത് RSS അനുഭാവിക്ക് നേരെ ആക്രമണം നടത്തിയ BJP പഞ്ചായത്ത് മെമ്പർമാർക്കെതിരെ കേസ്. ആല സ്വദേശികളായ സ്വരൂപ് പുന്നത്തറ, സുബീഷ് ചെത്തിപ്പാടത്ത് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ശമ്പള പരിഷ്കരണ പാക്കേജ് നടപ്പാക്കാനാകില്ലെന്ന് സർക്കാർ. തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. വാർത്തകൾ വിശദമായി. പൊയ്യയിൽ വീട്ടിൽ അനധികൃതമായി നിർമ്മിച്ചിരുന്ന പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. പോളക്കുളം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, കരിമ്പാടി വീട്ടിൽ അനൂപ് ദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഗുരുതര പൊള്ളലേറ്റ ഉണ്ണികൃഷ്ണനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ശനിയാഴ്ച രാവിലെയാണ് സംഭവം നടന്നതിനു ശേഷം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പടക്കം വീട്ടുകാർ സമീപത്തെ പറമ്പിലേക്ക് മാറ്റുകയായിരുന്നു. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നായിരുന്നു വീട്ടുകാർ പോലീസിനോടും ആശുപത്രിയിലും പറഞ്ഞത്. മാള SI ശ്രീനിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിൽ പടക്കം പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായതെന്നും സമീപത്തെ പറമ്പിൽ നിന്നും പടക്കം കണ്ടെത്തുകയുമായിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ആലയിൽ RSS അനുഭാവിയെ അടിച്ചു പരിക്കേൽപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മെമ്പർമാരായ 2 BJP പ്രാദേശിക നേതാക്കൾക്കെതിരെ മതിലകം പോലീസ് കേസെടുത്തു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആല സ്വദേശികളായ 9ാം വാർഡ് മെമ്പർ സ്വരൂപ് പുന്നത്തറ, 12ാം വാർഡ് മെമ്പർ സുബീഷ് ചെത്തിപ്പാടത്ത് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അക്രമത്തിനിരയായ ശ്രീനാരായണപുരം ആല കുറ്റിപ്പറമ്പിൽ ബാബു രാജൻ 68 വയസ്സ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിൽ സ്വരൂപ് 1ാം പ്രതിയും സുബീഷ് 2ാം പ്രതിയുമാണ്. ആദ്യകാല RSS പ്രവർത്തകനായ ബാബുരാജിന്റെ കുടുംബാംഗങ്ങളിൽ ചിലരും RSS ബന്ധമുള്ളവരാണ്. ശ്രീനാരായണപുരം പഞ്ചായത്തിലേക്ക് ആദ്യമായി മത്സരിച്ച BJP സ്ഥാനാർത്ഥിയുമാണ്. ആല ക്ഷേത്ര പരിസരത്ത് വെച്ച് ബുധനാഴ്ച രാത്രിയാണ് സംഭവം. RSS ജില്ലാ കാര്യവാഹക് പങ്കെടുത്ത പരിപാടി സ്ഥലത്ത് വെച്ചാണ് അതിക്രമം ഉണ്ടായതെന്ന് പോലീസ് FIR-ൽ പറയുന്നു. കട ഉടമകളുമായി ധനമന്ത്രി നടത്തിയ സർക്കാർ ചർച്ച പരാജയപ്പെട്ടു. തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ശമ്പള പരിഷ്കരണ പാക്കേജ് നടപ്പാക്കാനാകില്ലെന്ന് സർക്കാർ വ്യാപാരികളെ അറിയിച്ചു. റേഷൻ വ്യാപാരികളുടെ മറ്റാവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്നും നിലവിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കാനാകുന്ന സാമ്പത്തിക സ്ഥിതി അല്ലെന്നുമാണ് സർക്കാർ സമരക്കാരെ ചർച്ചയിൽ അറിയിച്ചത്. റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വിതരണക്കാരുടെ സമരം മൂലം ഈ മാസം ഭൂരിഭാഗം കടകളിലും സ്റ്റോക്ക് എത്തിയിരുന്നില്ല. കടയടച്ചുള്ള സമരം കൂടിയാകുന്നതോടെ റേഷൻ വിതരണം പ്രതിസന്ധിയിലാകും. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട അറസ്റ്റിലായി. ഉണ്ടപ്പൻ എന്നറിയപ്പെടുന്ന കൊടകര പഴമ്പിള്ളി സ്വദേശി ഇരിങ്ങപ്പിള്ളി വീട്ടിൽ രമേശാണ് അറസ്റ്റിലായത്. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ചാലക്കുടി, പരിയാരം, കൊടകര എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാണ് ഉണ്ടപ്പൻ രമേശിനെ അറസ്റ്റ് ചെയ്തത്. കാപ്പ നിയമലംഘനം നടത്തുന്നതായി അറിവ് ലഭിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി DYSP സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരവെയാണ് രമേശിനെ കൊടകര പോലീസ് ഇൻസ്പെക്ടർ PK ദാസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിനു പൗലോസ്, ആഷ്ലിൻ, പോലീസ് ഉദ്യോഗസ്ഥരായ സഹദ്, ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്. രമേശ് കൊടകരയിൽ 2009-ലും 2011-ലും വധശ്രമ കേസുകളിലും 2009-ലും 2023-ലും കൊടകരയിൽ 2 അടിപിടി കേസിലും 2019-ൽ ചാലക്കുടിയിൽ 1 അടിപിടി കേസിലും 2022-ൽ പുതുക്കാട് പാലിയേക്കരയിൽ ടോൾ പ്ലാസ പൊളിച്ച കേസുകളിലെയും പ്രതിയാണ്. വാർത്തകൾ തുടരുന്നു. ആദ്യകാല ഹാർമോണിസ്റ്റും ഗായകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന അന്നമനട പരമന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സർഗപ്രഭ പുരസ്കാരം പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 26 ഞായറാഴ്ച വൈകിട്ട് 6-ന് മന്ത്രി R. ബിന്ദു പുരസ്കാരം സമർപ്പിക്കും. സംഗീത മേഖലയിൽ വിദ്യാധരൻ മാസ്റ്ററുടെ അതുല്യ സംഭാവനകളെ മാനിച്ചാണ് സർഗപ്രഭ പുരസ്കാരത്തിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരമായി നൽകുന്നത്.
മുൻ വർഷങ്ങളിൽ ശ്രീകുമാരൻ തമ്പി, പി ജയചന്ദ്രൻ എന്നിവരാണ് ഈ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. ശ്രീ ജയരാജ് വാര്യർ ചെയർമാനും ഗായകൻ മധു ബാലകൃഷ്ണൻ, സംഗീതജ്ഞൻ അന്നമനട ബാബുരാജ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. പത്രസമ്മേളനത്തിൽ ഫൗണ്ടേഷൻ ചെയർമാനും അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള PV വിനോദ്, ഫൗണ്ടേഷൻ സെക്രട്ടറി അന്നമനട ബാബുരാജ്, വൈസ് ചെയർമാൻ TK സതീശൻ, ഫൗണ്ടേഷൻ ട്രഷറർ E ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു. പൂർവ്വകാല ആളുകളുടെ പിന്തുടർച്ച എന്ന നിലയിൽ അന്നമനടയുടെ കലാ സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തുന്ന രീതിയിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരമൻ അന്നമനട എന്ന് പറയുന്ന ഫൗണ്ടേഷൻ അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായത്. ആ പരമൻ ഫൗണ്ടേഷൻ്റെ ഭാഗമായി ആദ്യ വർഷം തന്നെ സംഗീത രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള സർഗപ്രഭ പുരസ്കാരം എല്ലാ വർഷവും നൽകണമെന്ന് ആലോചിക്കുകയുണ്ടായി. ആദ്യ വർഷം നമുക്കറിയാവുന്ന പോലെ ഗാന ചലച്ചിത്ര രംഗത്ത് അതികായനും സംവിധായകനും അതോടൊപ്പം തന്നെ ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്കാണ് നമ്മൾ ആദ്യ വർഷത്തെ സർഗപ്രഭ പുരസ്കാരം നൽകിയത്. അന്ന് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ അവറുകളാണ്. കുഴൂർ തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിലെ അമ്പുതിരുനാളിന്റെ ഭാഗമായി വർണ്ണവിസ്മയ കാഴ്ചകളുടെ പൂരമായ അമ്പുഗ്രാമത്തിന് ഇന്ന് കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് തുടക്കമാകും. ചൊവ്വാഴ്ച വരെ വ്യാപാരമേള, അമ്യൂസ്മെന്റ് പാർക്ക്, കലാപരിപാടികൾ, പുഷ്പമേള, ഭക്ഷ്യമേള, ദൃശ്യാവിഷ്കാരങ്ങൾ എന്നിവ ഉണ്ടായിരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ലിൻസൺ പോൾ, ഫെബിൻ തെറ്റയിൽ, സിജു പടയാട്ടി, പീറ്റർ ഫ്രാൻസിസ്, ജിയോ ആന്റണി എന്നിവർ അറിയിച്ചു. അമ്പുഗ്രാമം 21 വർഷം പിന്നിടുകയാണ്. ഈ 23ാമത്തെ വർഷം നമ്മൾ വിവിധയിനം വ്യത്യസ്ത വൈഭവങ്ങളോടുകൂടിയാണ് നമ്മൾ അമ്പുഗ്രാമം സംഘടിപ്പിക്കുന്നത്. ഈ കേരള കാർട്ടൂൺ അക്കാദമിയുടെ അംഗങ്ങൾ കാർട്ടൂൺ വരച്ച് നൽകുന്നുണ്ട് ഈ തവണ അമ്പുഗ്രാമത്തിൻ്റെ വേദിയിൽ. അതോടൊപ്പം തന്നെ അമ്പുഗ്രാമത്തിൻ്റെ സദസ്സിൽ നമ്മൾ ഈ തവണ ഒരു കാർട്ടൂൺ, അതുമാതിരി തന്നെ കാർട്ടൂൺ അക്കാദമിയുടെ ആൾക്കാർ വന്ന് കാർട്ടൂൺ വരയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു സെൽഫി കോർണർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിവിധയിനം വ്യത്യസ്ത ഇനം സ്റ്റാളുകൾ നമ്മൾ ഈ തവണ അമ്പുഗ്രാമത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ വിനോദങ്ങൾ പങ്കിടാൻ വേണ്ടിയുള്ള ഒരു കുട്ടികളുടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ ഒരു ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ തവണ ഡാവിഞ്ചി സുരേഷ് ഏട്ടൻ അദ്ദേഹത്തിൻ്റെ 25ാം വർഷം കൊണ്ടാടുകയാണ്. ആ വർഷം നമ്മൾ ഡാവിഞ്ചി സുരേഷിൻ്റെ 2 മൂവിങ് മിറാക്കിളാണ് നമ്മൾ അമ്പുഗ്രാമത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. മേലടൂർ ചരിയമ്പറമ്പിൽ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. മുത്തപ്പൻ കളം, വീരഭദ്രൻ കളം, ദീപാരാധന, നാഗക്കളം എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊയ്യയിൽ വീട്ടിൽ അനധികൃതമായി നിർമ്മിച്ചിരുന്ന പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. പോളക്കുളം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, കരിമ്പാടി വീട്ടിൽ അനൂപ് ദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീനാരായണപുരത്ത് RSS അനുഭാവിക്ക് നേരെ ആക്രമണം നടത്തിയ BJP പഞ്ചായത്ത് മെമ്പർമാർക്കെതിരെ കേസ്. ആല സ്വദേശികളായ സ്വരൂപ് പുന്നത്തറ, സുബീഷ് ചെത്തിപ്പാടത്ത് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ശമ്പള പരിഷ്കരണ പാക്കേജ് നടപ്പാക്കാനാകില്ലെന്ന് സർക്കാർ. തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.